ഈ പ്രപഞ്ച ശക്തി അടക്കുവാൻ കഴിയുന്ന ദൈവമാണ്. കാറ്റടങ്ങുക, കടല ശാന്തമാകാൻ യേശു കൽപ്പിച്ചപ്പോൾ അവന് വാക്കിനു മുമ്പിൽ കാറ്റടങ്ങി, കടല് ശാന്തമായി. മരിച്ചവരെ ഉയർപ്പിച്ചു. അത് വഴിത്തലയ്ക്ക് കിടന്ന് മരിച്ചവര്, അതുപോലെ തന്നെ ശവക്കോട്ടയുള്ളവരെ എഴുന്നേൽപ്പിച്ചു. അതിന് പലരും മരണകരമായ ആളുകളെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മഹാരോഗങ്ങളെ സൗഖ്യമാക്കി. അത് പക്ഷപാതക്കാരെയും ഉള്ളനെയും ഒക്കെയും യേശു സൗഖ്യമാക്കേണ്ടിയായി. അതുപോലെ തന്നെ അത് പൈശാചിബന്ധനത്തിൽപ്പെട്ടവരെ വിടുവിച്ചു. യേശു 33 വർഷം ഐക്യമായ ശുശ്രൂഷക്കാലം നടത്തി. അതിനുശേഷം മാനവജാതിയുടെ പാപം ഏറ്റെടുത്ത് അവർക്ക് പകരമായി മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ലോകത്തിൽ ഉയർത്തെഴുന്നേറ്റ ഒരൊറ്റ വ്യക്തിത്വമുള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ബാക്കി എല്ലാവരും എത്ര മഹാനായാലും, എത്ര ശക്തിമാനായാലും, മഹാരാജാവായാലും, ദാസനായാലും, ദരിദ്രനായാലും, പണ്ഡിതനായ പാമനായാലും, കറുത്തവനായ വെളുത്തവനായാലും, ഏത് നിലയുള്ളവനായാലും, അവൻ മരണത്തിന് മുമ്പിൽ കീഴ്പ്പെടുമ്പോൾ യേശു മരണവാശികൾ അടിച്ച് മരണത്തെ ജയിച്ചു 3-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പിടയായി. യേശു ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്തു. അതെ, സ്വർഗ്ഗാരോഹണം ചെയ്ത പ്രകാരം യേശു പറഞ്ഞു, ഞാൻ സ്വർഗ്ഗാരോഹണം ചെയ്ത പോലെ തന്നെ ലോകത്തെ വീണ്ടും മടങ്ങി വരും. എന്തിനാണ്? ഒരിക്കൽ പാപത്തിന് വാശിയത്തെ വരുത്തുവാൻ യേശു ലോകത്തിലേക്ക് വന്നു. ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്തെങ്കിൽ ഇനി യേശു 2ാമത് മടങ്ങി വരുവൻ എന്തിനു വേണ്ടിയാണ്? അത് തന്നെ വിശ്വസിച്ച് തന്നെ കാത്തിരിക്കുന്ന തന്റെ ഭക്തന്മാരെ ചേർക്കുവാൻ മരിച്ചുപോയി ഉയർത്തെഴുന്നേറ്റ് അത് നിത്യവിശ്രമിക്കുന്ന തന്റെ ഭക്തന്മാരെ ഏൽപ്പിക്കാൻ യേശു മടങ്ങി വരും. പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ മടങ്ങി വരാസന്നമായി. നിന്റെ വരെ ലോകാവസാനത്തിന് എന്താണ് അയാളമെന്ന് യേശു ചോദിച്ചപ്പോൾ യേശു പറഞ്ഞു, ജാതി ജാതിയുടെ എതിർക്കും, രാജ്യം രാജ്യങ്ങളുടെ എതിർക്കും. അവിടെ ക്ഷാമങ്ങളുടെ ഭൂകമ്പങ്ങളുണ്ടാകും, ആകാശത്ത് മഹാലക്ഷ്യങ്ങളുണ്ടാകും, മഹാവ്യാധികളുണ്ടാകും. ഇന്ന് ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അവിടെ ഇവിടങ്ങളായി ഭൂമി വിലക്കുകളും ഭൂകമ്പങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ രാജ്യങ്ങളെ എതിർക്കുന്നു. ലോകത്തിലെ മധ്യസ്ഥാനമായ അത് പശ്ചിമേഷ്യയിലെ ഇന്ന് വലിയ ഒരു യുദ്ധത്തിന് വേണ്ടി കോപ്പുകൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. റഷ്യയും ഉക്രൈൻ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ അയൽരാജ്യമായ അത് അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശിൽ പോലും അവിടെ പോലെ പ്രശ്നങ്ങളാണ്. അഫ്ഗാനിസ്ഥാന്റെ പ്രദേശങ്ങളിലെ പ്രശ്നങ്ങളാണ്. അങ്ങനെ ഇടങ്ങളില് ആ പ്രശ്നങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതെല്ലാം സംഭവിക്കുന്നത് യേശുവിനെ മടങ്ങിയ ഒരു ആസന്നമായിരിക്കുകയാണ്. മഹാവ്യാധികള് നമുക്കറിയാം, ലോകത്തെ കിടുകിടാന്ന് വിറപ്പിച്ച് വെട്ടിയുറപ്പിച്ചുകൊണ്ട് അത് വൈദ്യശാസ്ത്രത്തെ ആമെ നടുക്കി ആയിരങ്ങളല്ല 10,000-ങ്ങളെ മരണത്തിലേക്ക് കൊണ്ടുപോയ ആ മഹാവ്യാധികൾ പലതും കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. രോഗം പേര് പോലും പിടുത്തം കിട്ടാതെ അത് ലോകത്തിന്റെ നിർണ്ണയിക്കാൻ കഴിയാതെ മഹാരോഗങ്ങൾ മാറി മാറി വരുമ്പോൾ മനുഷ്യകുലം ആമെ ഭയന്ന് നടുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് അവർ സംഭ്രമം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ലോകത്തെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഭൂകമ്പങ്ങൾ, ഭൂമികുലുക്കങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ, അത് മനുഷ്യനെ യാതൊരു പിടുത്തം കിട്ടാതെ അവൻ അത് പാർക്കുന്ന സുരക്ഷിതമായി ചിന്തിക്കുമ്പോഴും പല സുരക്ഷിത മേഖലകളും അല്ലാതെ എന്ന് പറഞ്ഞുകൊണ്ട് പല മേഖലകൾക്കും കിടുകിടാന്ന് കീറി പൊടിപിടാന്ന് പൊട്ടി ദൈവത്തിന് വനപരത പ്രകാരം ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ വല്ലാത്ത നില ആയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. മനുഷ്യരെല്ലാം വല്ലാത്ത നടുക്കത്തിലാണ്. കേരളക്കരയിലെ പകുതിയിൽ ആളുകളും കൂടുതൽ ആളുകളും വലിയ അത് നടുക്കത്തിൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. മുല്ലപ്പെരിയാറിന്റെ സംഭവിച്ചാൽ അത് കേരളത്തിന്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം പ്രദേശങ്ങളില് ആ മിക്ക ജില്ലകളിലും ആമെ ഭൂമി കുലുക്കത്തിന് അല്ല ഉരുൾപൊട്ടൽ സാധ്യതയുണ്ടെന്ന് അത് ശാസ്ത്രലോകം വെളിപ്പെടുത്തുമ്പോൾ അത് എങ്ങനെ തടഞ്ഞു നിർത്താമെന്ന് ഒരു ശാസ്ത്രത്തിന് കഴിയാതിരിക്കുമ്പോൾ ഈ പ്രകൃതി ഇങ്ങനെയൊക്കെ സംഭവിക്കാം, കാലാവസ്ഥ ഇങ്ങനെ സംഭവിക്കാം, മേഘസ്ഫോടനങ്ങൾ ഇങ്ങനെ സംഭവിക്കാം. അതുപോലെ തന്നെ അത് മഴയുടെ അത് റെഡ് ആയാലും ഗ്രീൻ ആയാലും അതുപോലെ യെല്ലോ ആയാലും അത് ഏതെല്ലാം നിലകളുണ്ട് അവയ്ക്ക് പേരിട്ട് മാർക്കിട്ട് മനുഷ്യരെ ബോധ്യപ്പെടുത്താന്നുണ്ടെങ്കിലും അവനിരിക്കുന്ന വീട് പോലും കുലുങ്ങിപ്പോയാൽ അവനെന്ത് ചെയ്യുവാൻ കഴിയും? ഇങ്ങനെ വല്ലാത്ത കാലത്തിന് നടുവില് ദൈവം മനുഷ്യരോട് പറയുന്നത് എങ്ങനെയാണ്? അത് ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരികയും എല്ലാ കാലവും ഈ ലോകം ഉണ്ടാകുകയില്ല. ഒന്നാമത്തെ ആകാശഭൂമിയും അത് വെള്ളത്താൽ നശിച്ചുപോയെങ്കിൽ ഇനി ഈ ലോകത്തിൽ ശക്തമേറിയ യുദ്ധങ്ങൾ നടക്കും. ആ യുദ്ധങ്ങളില് മനുഷ്യന്റെ സമാധാനം നഷ്ടപ്പെട്ട് എന്നേക്കുമായി നഷ്ടപ്പെടുമെന്ന് വെളിപ്പാട് പുസ്തകം വരുവാനുള്ള ലോകത്തെ പ്രവചനഗ്രന്ഥമായ വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു.
ഞങ്ങളുടെ വാക്കുകൾ ഇവിടെ ചുരുക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ മടങ്ങിയവർ വാസനമായതുകൊണ്ട് ആ മടങ്ങിയവരുടെ സന്ദേശമായി ഞങ്ങളുടെ ദേശത്തേക്ക് കടന്നു വന്നതാണ്. ഈ മനുഷ്യജീവിതം 72 വർഷങ്ങളിൽ തീരേണ്ടതല്ല, ഇത് അർത്ഥപൂർണമാകണം. ഇതിന് അല്ലെങ്കിൽ അർത്ഥം വരണം. ലോകത്തെ മനുഷ്യൻ അധ്വാനിക്കുന്ന നല്ലത്, ഭക്ഷണം കഴിക്കുന്ന നല്ലത്, വസ്ത്രം ശേഖരിക്കുന്ന നല്ലത്, ഈ ലോകത്തിൽ പല കാര്യങ്ങളും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, തലമുറയ്ക്ക് വേണ്ടി കാത്തുവെക്കുന്നു നല്ല നല്ല കാര്യങ്ങൾ. പക്ഷേ അറിഞ്ഞും അറിയാതിരിക്കുന്ന സത്യമുണ്ട്. മനുഷ്യൻ ഇവയെല്ലാം വെച്ച് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം പ്രഭാതം എഴുന്നേൽക്കുമ്പോൾ അവന്റെ ആയുസ്സിൽ നിന്ന് ഒരു ദിവസം കുറയുകയാണ്. ഓരോ മണിക്കൂറും കഴിഞ്ഞു പോകുമ്പോൾ അവന്റെ ആയുസ്സിൽ നിന്ന് ഓരോ മണിക്കൂറും കഴിയുകയാണ്. അവന്റെ വളർച്ചയുടെ കാലഘട്ടം കഴിഞ്ഞാൽ അവന്റെ ശരീരം ഇതാ മരണത്തിലേക്ക് നീങ്ങുന്നു. അത് വളർച്ച കഴിഞ്ഞ് മുഴിച്ചു പോകുന്നു. അതേ മരണം ഏത് പ്രായത്തിലെന്നറിയുന്നില്ല, ഏത് നാഴികളെന്നറിയുന്നില്ല. പക്ഷേ മരണം അത് സംഭവിക്കുമെന്ന് യാഥാർത്ഥ്യമാണ്, ഉറപ്പാണ്. എന്നാൽ എന്താണ് നമുക്ക് ഇവിടെ ഉള്ളത്? ഒരുപക്ഷെ ചില സ്നേഹിതന്മാരുണ്ടായേക്കാം, ഒരുപക്ഷെ വീട്ടുകാരുടെ മക്കളോ പ്രിയപ്പെട്ടവരോ ഉണ്ടായേക്കാം, മാതാപിതാക്കൾ ഉണ്ടായേക്കാം. പക്ഷേ അവരെല്ലാം ശവക്കുഴി വരെ വന്നേക്കും. അതിനപ്പുറത്തെ ആരുണ്ട്? അവരെല്ലാം ചിലപ്പോൾ നല്ല കാര്യങ്ങൾ പറയും. അവരൊരു പക്ഷേ നമ്മുടെ ഫോട്ടോകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓർമ്മിക്കാൻ ചില കാര്യങ്ങള് ചില കാലങ്ങൾ കൊണ്ടുവന്നേക്കാം. പക്ഷേ അതിനപ്പുറത്ത് എന്ത് കാര്യം? അങ്ങനെയെങ്കിൽ അവർക്കാരെ നമ്മൾ രക്ഷിപ്പാൻ കഴിയാതിരിക്കുമ്പോൾ, നമുക്ക് അവരെ രക്ഷിപ്പാൻ കഴിയാതിരിക്കുമ്പോൾ രക്ഷ എവിടെയാണ്? നമ്മെ സൃഷ്ടിച്ച സൃഷ്ടാവെങ്കിലാണ്. ആ സൃഷ്ടാവിന്റെ വചനമാണ് പറയുന്നത്. വിശുദ്ധ ബൈബിൾ അങ്ങനെയാണ് പറയുന്നത്. ആ സൃഷ്ടാവായ കാലസമ്പൂർണ്ണ വന്നെങ്കിൽ, മനുഷ്യത്തിൽ വന്നതെങ്കിൽ അവൻ നമുക്ക് വേണ്ടി രക്ഷയ്ക്ക് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ആ രക്ഷ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക ദൈവമായ കർത്താവ് ഏവരെയും ക്ഷണിക്കുന്നു. ഈ ദേശവാസികളെ ദൈവം ക്ഷണിക്കുന്നുണ്ട്. ഓർപ്പിച്ചുള്ള വാക്കുകളെ ചുരുക്കുന്നു. ഇത്ര സമയം ഞങ്ങളെ ശ്രദ്ധിച്ചും അല്ല യാതൊരു പ്രയാസമില്ലാതെ ഞങ്ങളെ സഹകരിച്ചിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദിയും ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് വാക്കുകൾ